ശരി, ജോർജ് ജോസഫ് സാർ, ഇപ്പോൾ ഇതിനകത്ത് ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തുന്നത്. അതിനപ്പുറത്ത് ഈ ലഹരിയുടെ ഉപയോഗം, അതിലൂടെ ഈ രോഗം പടരാനുള്ള സാധ്യത, അതിൻ്റെ ഒരു കണക്കെടുപ്പ്, അത് തടയാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ, ഈ കാര്യങ്ങളിലൊന്നും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല. കാരണം ഇന്നിപ്പോൾ DMO പറഞ്ഞതും ഞങ്ങൾ പരിശോധിച്ചു, അതൊരു റുട്ടീൻ പരിശോധനയാണ്, ഒരു സർവേയാണ്, അത് ഹൈ റിസ്ക് കാറ്റഗറിയിൽ നടത്തുന്നതാണ്, അത് സെക്സ് വർക്കേഴ്സ് ഉണ്ട്, ലൈംഗിക തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ ഈ മാരകമായി ലഹരി ഉപയോഗിക്കുന്ന ഒരു കൂട്ടമുണ്ട്. പലരും പരിശോധനയ്ക്ക് പോലും തയ്യാറാകാതെ എന്തെങ്കിലും രോഗസാധ്യത ഉണ്ടെങ്കിൽ അതുപോലും വെളിപ്പെടുത്താൻ താല്പര്യമില്ലാതെ ഇത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഇടയിൽ സർവേ നടത്തുക, വിവരങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. എന്നിട്ടും 10 പേരുടെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പോലീസിനും എക്സൈസിനും ഒക്കെ ഈ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക? കാരണം ഇത് ഇപ്പം നമുക്കറിയാം, ലഹരി എന്നത് പുതിയ ക്രിമിനൽ സംഘങ്ങളെ സൃഷ്ടിക്കുകയാണ്. പുതിയ ക്രിമിനലുകളെ കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദുരനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ പോലീസിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ജോർജ് ജോസഫ് സാർ? ഇല്ല, ഇത് നമുക്ക് ഇപ്പം വളാഞ്ചേരിയിലുണ്ടായ സംഭവം അതൊരു മലയാളിയുടെ നിന്നാണ് കണ്ടെത്തിയെങ്കിലും മലയാളിക്ക് കിട്ടിയതൊരു ബംഗാളിയിൽ നിന്നാണ്. ബംഗാളിലെ ഒരാൾ കണ്ടെത്തി, അയാളുടെ കൂട്ടുകാർ 2 പേരുണ്ടായിരുന്നു. ആ 2 പേർക്കും HIV ഉണ്ട്, മലയാളിക്കും ഉണ്ട്. ഇവരുടെ കോണ്ടാക്റ്റിൽ പിന്നെ അന്വേഷിച്ചപ്പോൾ ഒരു 6 പേർക്ക്, അങ്ങനെ മൊത്തം 10 പേർക്ക് HIV കണ്ടെത്തി കഴിഞ്ഞു. നമ്മളൊരു കാര്യം ആലോചിക്കണം, ഈ HIV ഇവർക്ക് പറഞ്ഞിരിക്കുന്നത് അവർ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി ഇഞ്ചെക്റ്റ് ചെയ്ത്, നമുക്ക് പല സ്കൂളിൻ്റെ കോമ്പൗണ്ടിനടുത്തും കോളേജിൻ്റെ കോമ്പൗണ്ടിനടുത്തും ധാരാളം സിറിഞ്ചുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി എന്തെങ്കിലും ഒരു കുത്തിവയ്പ്പിന് പോയി കഴിഞ്ഞാൽ അവിടെ സൂചി ഇതൊക്കെ ചൂടാക്കുന്ന 100 ഡിഗ്രിയിൽ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി ശരീരത്തിൽ കയറ്റിക്കഴിഞ്ഞാൽ അയാളുടെ സുഹൃത്തുക്കൾ 4-5 പേര് ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഈ HIV വന്നിരിക്കുന്നു. കാരണം ഒരു സിറിഞ്ചിലെ സൂചിയിൽ 42 ദിവസം ഈ HIV ആ വൈറസ് അവിടെ നിൽക്കും. 42 ദിവസം നിൽക്കും. 100 ഡിഗ്രി കൂടുതൽ ആ സൂചിയും മറ്റേതും നമ്മൾ തിളപ്പിച്ചാൽ മാത്രമേ, അത് 20 മിനിറ്റ് തിളപ്പിച്ചെങ്കിൽ മാത്രമേ ഇവ നശിക്കുകയുള്ളൂ. അപ്പം ഹ്യൂമൻ ഇമ്മ്യൂണൽ ഡെഫിഷ്യൻസി വൈറസ് ആണത്. ഇത് ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രവർത്തനം എന്താണ്? അത് ഡോക്ടർ ലാലു പറയുന്നത് ഞാൻ വിചാരിച്ചിരുന്നത്. അതിനകത്ത് നമുക്ക് ശരീരത്തിലെ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ഉണ്ട്. അത് വെള്ള നിറത്തിലുള്ള നമ്മുടെ രക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്. ഇതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി. ഒരാളുടെ ഇമ്മ്യൂണിറ്റിയെ പ്രിസർവ് ചെയ്യുന്ന ഈ കോർപ്പസൽസ്, ഈ രക്താണുക്കൾ ഉണ്ടെങ്കിൽ നമ്മളെ ഈ ഇമ്മ്യൂണിറ്റി, കാരണം ഇതെല്ലാം തടയുന്നത് അവനെയാണ് ഇവർ നശിപ്പിക്കുന്നത്. അത് നശിപ്പിക്കുന്ന അതിൻ്റെ കൗണ്ട് വ്യത്യാസം വരും. അത് CD4+ എന്ന് പറഞ്ഞ കൗണ്ടുണ്ട്. ആ CD4+ കൗണ്ട് ആദ്യം ഈ വൈറസ് കയറിക്കഴിഞ്ഞാൽ 500 കൗണ്ട് നമുക്കുണ്ടെങ്കിൽ അത് ഇവൻ ചെന്ന് കഴിയുമ്പം അത് പതുക്കെ താഴോട്ട് പോകും. അങ്ങനെ സ്റ്റേജ് 2 വരും. CD4 സെല്ല് അത് 350-നും 499-നും 500 താഴെ നിൽക്കും. അടുത്ത സ്റ്റേജ് 3-ാം സ്റ്റേജാണ്. അത് 200-നും 349. അതിൻ്റെ CD4+ സെല്ല് 200 അത്ര നിൽക്കും. 4-ാം സ്റ്റേജ് കുറച്ച് കട്ടിയാണ്. അത് എയ്ഡ്സിലോട്ട് വരും. അതാണ് അത് CD4+ 200-ന് താഴെ വന്നു കഴിഞ്ഞ് എയ്ഡ്സിലോട്ട് വരും. ഞാൻ ഒരു എയ്ഡ്സ് രോഗിയെ കണ്ടിട്ടുണ്ട്. അത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് തൊടുപുഴ ഒരു ഹോസ്പിറ്റലിൽ റോഡിൽ കൂടെ നടക്കുന്ന ഒരാളാണ്, എയ്ഡ്സ് രോഗിയാണ്. ഞാൻ അദ്ദേഹത്തിനെ അവിടെ എങ്ങും കിടത്താൻ പറ്റില്ല. ആ ഹോസ്പിറ്റലിൻ്റെ തിണ്ണയിൽ ഒരു മൂലയിലിട്ടിരിക്കുകയാണ്. കാരണം കാല് മുഴുവൻ പഴുത്ത് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ല് മുഴുവൻ നമുക്ക് കാണാം കയ്യിലും കയ്യിലും. എത്ര ശോചനീയമായ അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഈ കുട്ടികളെല്ലാം ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഈ സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിക്കഴിഞ്ഞാൽ ആ സിറിഞ്ച് 40-42 ദിവസം അതിൻ്റെ ആ അണുക്കൾ അവിടെ തന്നെ ഇരിക്കും. HIV അവിടെ ഇരിക്കും. അവനെ തിളപ്പിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ അവൻ നശിച്ചു പോകുള്ളൂ എന്ന് മനസ്സിലാക്കിയോണം. ഇപ്പം വളാഞ്ചേരിയിലുണ്ടായ അവരുടെ ഇമ്മ്യൂണിറ്റിയിൽ പ്രശ്നങ്ങൾ എത്തിക്കഴിഞ്ഞു. കേരളത്തിൽ പലർക്കും, ഡോക്ടർ ലാലു നേരത്തെ സഞ്ചരിക്കുന്നവരാണ്, വിദേശത്തൊക്കെ നമ്മൾ പോകും, നമുക്കെല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇവൻ്റെ അക്രമം കൂടിക്കഴിഞ്ഞാൽ അനുകൂല സാഹചര്യമാണെങ്കിൽ എയ്ഡ്സിലേക്ക് പോകുമെന്നുള്ളതാണ്. അത് നമ്മൾ ആ കാര്യം പലരും എയ്ഡ്സ് രോഗികളൊന്നും നമ്മളിപ്പം അവരൊക്കെ വളരെ രഹസ്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യം, ആരും കാണാതിരിക്കട്ടെ. ഞാൻ കണ്ട അവസ്ഥയാണ് പറഞ്ഞത്. തൊടുപുഴ കോളേജ് ഞാനൊരു ചെറുപ്പത്തിൽ കണ്ടതാണ്, എന്നും ഞാൻ മറക്കത്തില്ല. അത്
അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കുട്ടികൾ ഈ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് ലഹരി മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന കോളേജ് സ്കൂളിലെ കുട്ടികൾ അത് വളരെ ശ്രദ്ധിക്കണം. ഇവിടുത്തെ അന്യ സംസ്ഥാന തൊഴിലാളികൾ പലർക്കും ഇതുണ്ട്. ഇത് ഏറ്റവും ഇപ്പം വന്നിരിക്കുന്നവരെല്ലാം ബംഗാളികളാണ്. ആ 3 പേരെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വെസ്റ്റ് ബംഗാളിൽ തീർച്ചയായിട്ടും ധാരാളം എയ്ഡ്സ് രോഗികളുണ്ട്. ആ നോർത്ത് ഈസ്റ്റേൺ, നേരത്തെ അദ്ദേഹം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലാണ് കൂടുന്നത്, ബോംബെയിലുമാണ് കാണുന്നത്, ഡൽഹിയിലും ഉണ്ട് ഒരു പരിധി വരെ. അപ്പോൾ അതുകൊണ്ട് മലയാളികൾ യാത്ര ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കണം. കാരണം നമുക്ക് ഒരു സെക്ഷൽ ഇൻട്രാക്ഷൻ ആ ഒരു ബന്ധത്തിൽ അതും ഉണ്ടാകാം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ഇതുണ്ടാകാം. അതുപോലെ തന്നെ ഗർഭിണിയായ സ്ത്രീ അവരുടെ കുട്ടികൾക്ക് ആ സ്ത്രീക്കും ഇതുണ്ടാകാൻ സാധ്യതയുണ്ട്. സിറിഞ്ച് ആണ് ഏറ്റവും പെട്ടെന്ന് കേരളത്തിൽ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം. അതുകൊണ്ട് ഡോക്ടർ രേണുക അത് അവിടുത്തെ മലപ്പുറത്തെ ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞത്, അത് ഈ വ്യാപനം നമ്മൾ എങ്ങോട്ടൊക്കെ പോയെന്ന് കണ്ടുപിടിക്കണം. ഇവരെ തൊട്ട് കഴിഞ്ഞാൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട 100 കണക്കിന് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ HIV-യുടെ ആ ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം സിറിഞ്ച് മാറ്റി കുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 40-42 ദിവസം ലൈവായിട്ട് അവൻ നിൽക്കും. അതാണ് ലേറ്റസ്റ്റ് ആയ സയൻറ്റിഫിക് ആയിട്ടുള്ള അതിൻ്റെ ഇത്. അതുകൊണ്ട് ജനങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം കുട്ടികൾ സിറിഞ്ച് ഉപയോഗിച്ച് ഉള്ള കുട്ടികളിത് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളായാലും ചെറുകിട മക്കളായാലും ശരി, തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ പരിശോധന അടിയന്തരമായിട്ട് നടത്തണം. കാരണം ഇത് പിടികിട്ടാത്ത പോലെ ഇത് അങ്ങ് വ്യാപിച്ച് കളയും. കാരണം കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസിനെ അവ നശിപ്പിച്ച് കളയും. ഇമ്മ്യൂണിറ്റി നമ്മുടെ നശിക്കും, നമുക്ക് പ്രതിരോധ ശക്തി കുറയും. അതുകൊണ്ട് പിന്നീട് അതൊരു ക്യാൻസറിലേക്ക് പോകും. കാരണം പ്രതിരോധ ശക്തി നശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങൾ, കോൾഡൊക്കെ ഇപ്പം കേരളം മുഴുവൻ അത് വ്യാപിച്ചിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് കോൾഡ് വന്നിട്ട് പോകുന്നില്ല. അപ്പോൾ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്നത്. അത് എന്ത് കാരണം കൊണ്ടാണെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. കാരണം അത് വളരെ അടിയന്തരമായിട്ട് ആരോഗ്യവകുപ്പ് ഇത് ശ്രദ്ധിക്കണം. കാരണം ടിപ്പിക്കലായിട്ട് ഇപ്പം നമുക്ക് 6-7 കേസ് അവിടെ കിട്ടിക്കഴിഞ്ഞു. 10 പേരെ നമ്മൾ കണ്ടെങ്കിൽ ആ 10 എന്നുള്ളൊരു 100 പേരിലേട്ടെങ്കിലും വ്യാപിച്ചിട്ടുണ്ട്. അടിയന്തര ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാകണം. കാരണം നമ്മൾ ഈ ലഹരി ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളെല്ലാം വയലൻസിലേക്ക് പോയതിനെ പറ്റി ആകുലതയോടെ നമ്മൾ ഇരിക്കുകയാണ്. കേരളം മുഴുവൻ എല്ലാ സ്ഥലത്തും അങ്ങനെ വന്നിരിക്കുന്നു. അതുതന്നെയല്ല, അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പോൾ അവരുടെ വയലൻസ് മാത്രമല്ല, അവർ വീണ്ടും അഡിക്ഷനിലോട്ട് പോകുന്നത് സിറിഞ്ച് കൊണ്ട് കുത്തുകയാണ് എന്ന് എനിക്ക് തോന്നുന്നു. പല സ്ഥലത്തും ഇങ്ങനെ സിറിഞ്ച് കൂടി കിടക്കും. നമ്മളെ ഈ സ്പോട്ടിലൊക്കെ നോക്കിക്കോളൂ, പല ഇടവഴികളിടയ്ക്ക് ഇങ്ങനെ സിറിഞ്ച് കിടപ്പുണ്ട്. കേരളത്തിലെ എറണാകുളത്ത്, കൊച്ചിയിലായാലും കോഴിക്കോടായാലും ശരി, തൃശ്ശൂരായാലും ശരി, ഒരുവിധം ചെറിയ ടൗൺഷിപ്പിൻ്റെ അടുത്തൊക്കെ ചില പ്രത്യേക ഏരിയ നമ്മളൊന്ന് തപ്പി നോക്കിക്കോളൂ, അവിടെ പല കളറിലുള്ള സിറിഞ്ച് കിടക്കുന്ന കാണാം. ഒരു സിറിഞ്ച് എന്ന് പറയുന്ന ഒരു HIV ഉള്ള ഒരാൾ അവർ 8-10 പേര് കൂടി ഇരുന്നിട്ടായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും HIV കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇത് നേരത്തെ ഡോക്ടർ ലാലൊക്കെ പറഞ്ഞ പോലെ മലയാളികൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നവരാണ്, ഇന്ത്യ മുഴുവൻ പോകുന്നവരാണ്, എവിടെയും പോകും മലയാളികൾ. എല്ലാവർക്കും ഈ HIV-യുടെ തീർച്ചയായിട്ടും കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, യാത്ര ചെയ്യുന്നവരൊക്കെ കൂടുതലും. അടിയന്തര ശ്രദ്ധ പറയേണ്ടതാണ്. കാരണം നമ്മൾ മറ്റേതിലൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രിവെൻറ്റീവ് ചെയ്യാം. ഇതിനകത്ത് വന്ന് പിടിച്ചു പോയി കഴിഞ്ഞാൽ അത് എയ്ഡ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മോചനമില്ല, റിക്കവറി ഇല്ല. അതുകൊണ്ട് ഇത് നമ്മളെ ഭീതിപ്പെടുത്തുന്നു. കാരണം അത് കേട്ടപ്പം പോലെ എനിക്ക് ഏതായാലും ഇന്ന് ചർച്ചയിൽ അത് എടുത്തത് നന്നായി. കാരണം ഇത് അടിയന്തരമായിട്ട് എല്ലാ ചാനലുകളും ഇതേപ്പറ്റി ചർച്ച ചെയ്യണം, ഇതേപ്പറ്റി ബോധവരാക്കണം. ഈ സിറിഞ്ചിൻ്റെ അകത്ത് 40-42 ദിവസം ഞാനത് അത് എക്സ്പെർട്സിനെ പറഞ്ഞു തന്നതാണ്. 40-42 ദിവസം വരെ അതിനകത്ത് നിൽക്കും. 100 ഡിഗ്രിക്ക് വെളിയിൽ 20 മിനിറ്റ് നമ്മൾ വെള്ളം ചൂടാക്കി മാത്രമേ ഇവൻ നശിക്കുള്ളൂ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത്ര സജീവമായിട്ട് ഇവൻ ശരീരത്തിൽ നിൽക്കും. ഒരുവിധപ്പെട്ട ആൾക്കാർ പിടിച്ചു കഴിഞ്ഞ് ഇവൻ വെളിയിൽ പോകാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് ടെസ്റ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യണം. അതിന് ട്രീറ്റ്മെൻറ്റ് എയ്ഡ്സിലോട്ട് വന്നാൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലയെന്ന് നമ്മൾ വിചാരിച്ചോണം. HIV-യിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. മറ്റേ രംഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കേരളം നമ്മൾ ഈ നശിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ബോംബെയിലും മറ്റിടത്തൊക്കെ പോപ്പുലേഷൻ അനുസരിച്ച് അവിടെ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നവർ ധാരാളം പേരുണ്ടെങ്കിൽ അവരൊക്കെ കുറച്ചുകൂടെ ഇപ്പം മെഡിക്കലായിട്ട് ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റിനൊക്കെ അവർ അതിന് മുമ്പ് മെഡിക്കൽ എക്സാമിനേഷനൊക്കെ നടത്തി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൽക്കട്ടയിൽ ഉൾപ്പെടെയുള്ള ആ ബംഗാൾ സൈഡിൽ ഈ കാര്യത്തിൽ അവരെല്ലാം പിന്നോക്കമാണ്. അവർക്ക് ബംഗ്ലാദേശിൽ നിന്ന് ധാരാളം ആൾക്കാർ വരുന്നു, നോർത്ത് ഈസ്റ്റേൺ സൈഡ് പല സ്ഥലത്തു നിന്നും, തായ്ലൻഡ് ഉൾപ്പെടെയുള്ള ബർമ അവിടെ നിന്നൊക്കെ പലരും വരുന്നുണ്ട്. കേരളത്തിലെ കൂടുതൽ നമ്മൾ ആലോചിച്ചോണം, ഈ അടുത്ത കാലത്ത് കുറേ ബംഗ്ലാദേശുകാരെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബംഗാളിൻ്റെ കൂടെ തന്നെ അതേ ഭാഷ തന്നെ സംസാരിച്ച് അവരിവിടെ വന്നിട്ട് കേരളത്തിൽ പല സ്ഥലത്തും ബംഗ്ലാദേശിലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അടുത്ത കാലത്ത് 3-4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ശരി, നമ്മളെ ആൾക്കാരായിട്ട്